ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റിഫ്രഷ് ആവണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് വേണ്ടേ, പിന്നെ അല്ലാണ്ട് ഞങ്ങളുടെ പേഴ്സണൽ രസങ്ങൾ പലതും 10 ദിവസമായിട്ട് ഞങ്ങൾക്ക് ചേച്ചിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് ആയിട്ട് ചേട്ടന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തു പോവാൻ. ചേച്ചി ഇതൊക്കെ കേൾക്കുമ്പോ ഒരു സന്തോഷല്ലേ? ചേച്ചി സന്തോഷിക്കും. മാറാത്തതും മാറുന്നതിന് വേണ്ടി, അങ്കമാലിയുടെ വികസനത്തിന് വേണ്ടി കുര്യാക്കോസിന്റെ ചക്കടയാളത്തിൽ വോട്ട് ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ 10 ദിവസമായിട്ട് പല പല മണ്ഡലങ്ങളിലും കയറി ഇറങ്ങി നമ്മള് പര്യടനം നടത്തിയൊക്കെ പോകുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ പറയാമോ, ജനങ്ങൾക്ക് സത്യത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ. ഇപ്പൊ ആളുകളോട് സംസാരിക്കുമ്പോ ഏറ്റവും കൂടുതൽ അവർ പറയുന്ന ഇപ്പൊ ഈ ഒരു സ്ഥലത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പറയുന്നത് അവരെന്താ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്? അങ്കമാലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗതാഗത കുരുക്ക് തന്നെയാണ്. നമ്മൾ ട്രാവൽ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ഇപ്പൊ അങ്കമാലി കൂടെയാണ് പോണെങ്കിൽ, അങ്കമാലി കൂടെ പാസ് ചെയ്ത് പോണെങ്കിൽ എത്ര മണിക്കൂർ ബ്ലോക്കിൽ കിടന്നാലും അത് പാസ് ചെയ്ത്. ഇവിടെ ഇരിക്കുന്നത് UDF-ന്റെ MLA ആണ്. ഇവരെന്ത് ചെയ്താലും സമ്മതിക്കില്ല. ഇവര് തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാറാണ്. പക്ഷെ അതിനെ അനുഭവിക്കണ ആരാ? സാധാരണക്കാർ ജനങ്ങൾ. നമ്മളൊരു ബസ് സ്റ്റാൻഡ് പണിത് ഒരു 10-15 കൊല്ലം മുമ്പ് KSRTC ബസ് സ്റ്റാൻഡ് പണിതു. ഇപ്പോഴും ആ KSRTC ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് തുറന്നിട്ട് കൊടുത്തില്ല, അത് അടച്ചിട്ടേക്കാണ്. 2020 കിഴക്കമ്പലത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അവിടെ അവര് പാല് മേടിക്കണ 2 രൂപയ്ക്കാണ്. അവിടെ പച്ചക്കറിക്കും അല്ലെങ്കിൽ ഉപ്പ്, മുളക്, പഞ്ചസാരക്കൊക്കെ നമ്മൾ കൊടുക്കണേക്കാളും 3-1 വിലക്കണ്. അത് അവർക്കിടെ കീഴിൽ ജോലി ചെയ്യണവർക്കല്ല, ആ പഞ്ചായത്തിലെ എല്ലാവർക്കും ആ സംഭവം കിട്ടാണ്. കിഴക്കമ്പലത്ത് അത് കിട്ടുമെങ്കിൽ അങ്കമാലിയിലേക്ക് അത് എന്തുകൊണ്ട് വന്നൂടാന്ന് എനിക്ക് ചിന്തിച്ചൂടെ? ഞാനൊരു അങ്കമാലിക്കാരൻ എന്ന നിലയ്ക്ക്. ഇപ്പൊ പോലീസുകാർ നമ്മളെ പേടിച്ചിട്ടാ നിൽക്കണേ. അതൊക്കെ മാറണം. പോലീസിനും ജനങ്ങൾക്ക് ഒരു ഭയം വേണം. ഒരാളെടുത്ത് സോഷ്യൽ മീഡിയ സാധനം ഇടുന്നു, അത് വൈറലാണ്. എന്തുകൊണ്ടാ? ഇവിടെ നിയമം സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. ഇതൊന്നും ഒറ്റയടിക്ക് മാറില്ല. ഞാൻ എൻ്റെ അടുത്ത ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു വിത്തുവാകണതാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിധു ചേച്ചിയും പ്രോമി ചേട്ടനുമാണ്. നമസ്കാരം. നമസ്കാരം. ഒരു എന്താ പറയാ, ഇപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഭയങ്കര സർപ്രൈസ് ആയി പോയി ചേട്ടാ, പ്രോമി ചേട്ടാ. ഈ സ്ഥാനാർത്ഥി അതല്ല, ഞാനിവിടെ ആക്ച്വലി വന്നിട്ട് അങ്കമാലിയിൽ കുറച്ചു നേരം അടുത്ത് ഞാനിങ്ങനെ ചേട്ടന്റെ ഫോട്ടോ ഇങ്ങനെ കണ്ടപ്പോഴത്തേനും ഞാൻ ചോദിച്ചു, ഇപ്പൊ കുറേ ആൾക്കാര് ഭയങ്കര സപ്പോർട്ടുണ്ട്, ഇത്രയും ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ പടമൊക്കെ കണ്ട് ചോദിച്ചു, അയ്യോ ചേട്ടൻ സെറ്റായി പോയോന്ന് ചോദിച്ചു. ഇല്ല, രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നുള്ളത് ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടോ. എല്ലാം ഉണ്ടല്ലോ നമുക്ക്, എല്ലാം കയ്യിലുണ്ട്, എല്ലാം വേണ്ടേ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചേച്ചി പ്രതീക്ഷിച്ചു. ചേട്ടനോട് ഞാൻ പറഞ്ഞപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു ഞാനേ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയല്ല, ഇങ്ങനെ ഒരു അവസരം നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. രാഷ്ട്രീയമൊക്കെ നമുക്ക് വ്യക്തമായ രാഷ്ട്രീയ ധാരണ നേരത്തെ മുതലുണ്ട്. ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തുടങ്ങി ഞങ്ങള് കോളേജിൽ നമ്മള് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എല്ലാത്തിലും ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോ ഇവിടെയുള്ള ആളുകളോട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ചേട്ടന് കറക്റ്റ് ആയിട്ട് അറിയായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയാണ് എൻ്റെ ഒരു ഞാനിപ്പോ എനിക്ക് ഇവിടുത്തെ മറ്റ് കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ അങ്കമാലിയിൽ ജനിച്ചു വളർന്ന ആളാണ്. മറ്റൊരു 2 പേരും ഇവിടേക്ക് വന്നവരാണ്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടാവില്ല. ഞാൻ ഈ കഴിഞ്ഞ 49 വർഷമായിട്ട് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആൾക്ക് എനിക്കറിയാം ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തുട്ടാ, ഈ നാട് എന്തെന്നാ, ഇവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നൊക്കെ കുറച്ചും കൂടി അറിയാൻ പറ്റുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. അതാണ് ഞാൻ കൂടുതലും ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതും. ഇപ്പൊ കുറെ സ്ഥലത്ത് ഇങ്ങനെ പ്രചരണത്തിനും കാര്യങ്ങൾക്കും ഒക്കെ പോകുമ്പോ, അതായത് പുതിയൊരു ഇതാണല്ലോ, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാവിലെ ഇങ്ങോട്ട് ഈ ഏരിയയിലേക്ക് പോകണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും. കഴിഞ്ഞ 20 ദിവസം എങ്ങനെയാ പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അല്ലേ? നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടു. പുള്ളിക്കാരിയുടെ ഷൂട്ട് വരെ മാറ്റി വെച്ചിട്ട് കൂടെ ഉണ്ട് എപ്പോഴും. ഐ മീൻ കാര്യങ്ങൾക്ക് വേണ്ടിട്ടല്ല പുള്ളിക്കാരി അങ്ങനെ. ഇപ്പൊ ഈ ഒരു പ്രോമി ചേട്ടൻ ഇപ്പൊ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഈ ഒരു 20 ദിവസത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അടിപൊളി, ഗംഭീരമായിരുന്നു. എന്ന് പറഞ്ഞാൽ രാവിലെ എനിക്ക് തോന്നുന്നു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പ്രോമി ഇറങ്ങും പ്രചരണത്തിനൊക്കെയായിട്ട്. കാരണം നമുക്ക് ദിവസങ്ങൾ വളരെ കുറവായിരുന്നു, പിന്നെ എല്ലാവരുടെ അടുത്തേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ പിന്നെ രാത്രി ഒരു 11 മണി 11:30 12 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പ്രോമിയുടേതായ കുറച്ച് പ്ലാനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി എന്നും കിടക്കുമ്പോൾ ഒരു 1 മണി 1:30 പിന്നെ രാവിലെ എഴുന്നേറ്റ് പോകണം. പിന്നെ രാവിലെ 7 മണിയാകുമ്പോ പിന്നെയും പോണല്ലോ. അങ്ങനെ ഈ പ്രാവശ്യം സമയം ഇച്ചിരി കുറവായി പോയി, പെട്ടെന്നായി പ്രാവശ്യത്തെ ഇലക്ഷൻ അനൗൺസ്മെന്റ്. സോ അതിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഒരു ദിവസത്തെ കൂടെ വയ്ക്കാൻ നന്നായി. ഇതിൽ കൂടുതൽ പോയാൽ ഞാൻ ചത്തുപോയേനെ.
ഇപ്പൊ തന്നെ ഞാൻ ഔഷധമായി സൗണ്ടൊക്കെ പോയി. ഇപ്പോ എന്താ പറയാ, കുറെ ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു പ്രോമോ ചേട്ടനെ പരിചയം ഉണ്ടാവില്ലല്ലോ, അതായത് ഫ്രണ്ട്സിനും ഒക്കെ. അവരൊക്കെ എന്താ പറയണേ? ഫുൾ സപ്പോർട്ടാണ് എല്ലാരും ഇവിടെയുള്ള ആൾക്കാരൊക്കെ? ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര എന്റെ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് എന്തായാലും സപ്പോർട്ടാണ്. എന്റെ വീട്ടുകാർക്കായാലും ഓക്കെ, അത് എന്റെ ഓക്കെ, അവരൊന്നും ചിലപ്പോ ഇതില് ചെയ്തോളണമെന്നില്ല, പക്ഷെ ബട്ട് സ്റ്റിൽ ദേ ആർ സപ്പോർട്ടീവ്. അവർക്കെല്ലാം പ്രോമിനെ നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട് നമുക്ക്. ഇപ്പോൾ BJP-ക്ക് ഒരു എതിർപ്പ് കാര്യങ്ങൾ മൊത്തത്തില് എന്താ പറയാ, കുറച്ച് ആൾക്കാരുടെ ഇടയിൽ അങ്ങനത്തെ ഒരു എതിർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചേട്ടന് ഒരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ? അതായത് ഇപ്പൊ നേരത്തെ ചേട്ടൻ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു എന്താ പറയാ സമൂഹമാണ്. അതെ അതെ അതെ. അപ്പൊ അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ BJP-യിലേക്കല്ലല്ലോ വന്നത്, ഞാൻ NDA-യിലേക്കാണ് വന്നത്. ഞാൻ 2020 എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. സോ ഞാൻ അട്രാക്റ്റഡ് ആവുന്നത് 2020-യുടെ പ്രസ്ഥാനങ്ങളും 2020-യുടെ പ്രവർത്തന രീതികളും കണ്ടിട്ടാണ്. ഇവിടെ പലരും ഇപ്പൊ ഇങ്ങനെ ഒരു പാർട്ടിയെ കുറിച്ച് എല്ലാവരും ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. കുറച്ച് ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊരു തെറ്റായ ഇമേജ് സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അറിവില്ലായ്മ കൊണ്ടാണ്. അത് വരുമ്പോ അത് മാറും. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ 10-20 ദിവസമായിട്ട് പല പല മണ്ഡലങ്ങളിലും കയറി ഇറങ്ങി നമ്മള് പര്യടനം നടത്തിയൊക്കെ പോകുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ പറയാമോ, ജനങ്ങൾക്ക് സത്യത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ. അത് ചിലപ്പോ നമ്മൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ പറയണമെന്ന്, പക്ഷെ അല്ല, ജനങ്ങൾ അവർക്ക് അത് തുറന്നു പറയാനും പറ്റുന്നില്ല. എന്നാ അവർക്ക് അത് പക്ഷെ അവർ എക്സ്പ്രസ് ചെയ്യും വോട്ടിൽ കൂടെ ആയതുകൊണ്ട്. പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ഒരു മാറ്റം വേണം, ഇവര് മടുത്തു എന്നുള്ളൊരു സാധനമുണ്ട്. അവര് നമ്മുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവര് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള സംസാരം അതിന് വോട്ടായിട്ട് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉദ്ദേശിച്ചോ അത് സക്സസ് ആയതാണ് അതിന്റെ അർത്ഥം. ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ഷന്റെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ഒരു മാറ്റമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം കുറേ നാളുകളായിട്ട് ആളുകൾക്ക് മടുത്തു തുടങ്ങി. അങ്ങനത്തെ ഒരു ഫീല് ഇപ്പോഴാണോ ചേട്ടന് തോന്നിയത്? ഇപ്പൊ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണോ ഫീൽ ചെയ്തത്? മറ്റുള്ളവർ അത് പറയണത് ഞാൻ ഇപ്പോഴാണ്. എനിക്കൊന്നും നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മള് ഓരോരുത്തർ ഇപ്പൊ നമ്മൾ ഈ ഇലക്ഷനുമായിട്ട് ഇറങ്ങി നമ്മൾ ഓരോ പര്യടനമൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ അറിയാൻ പാടില്ലാത്തതായ ഒരുപാട് ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലാല്ലേ, അവരൊക്കെ ഇങ്ങനെ പറയാണ്. അതാണ് ഇതിനകത്തൊരു വ്യത്യാസമായിട്ട് ഞാൻ കണ്ടത്. കാര്യം നമുക്കും ഉണ്ട് ഇവരുടെ ഇപ്പൊ ഭരിക്കുന്നവരുടെ ആയാലും അല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞ 10-20 വർഷം ഭരിച്ചവരായാലൊക്കെ അവരൊന്നും ചെയ്തിട്ടില്ല സത്യത്തില്. ഇങ്ങനെ പോണെന്നേ ഉള്ളൂ. പിന്നെ ഈ മാറ്റം വേണ്ടേ? നമ്മളിത് എന്നും ജനിക്കുമ്പോൾ തുടങ്ങി ഒരേ ഇതിനെ തന്നെ കുത്താനാണെങ്കിൽ നമുക്ക് മാറ്റം വേണം, എല്ലാത്തിനും മാറ്റം വേണം. നമ്മള് അതാത് സമയത്ത് ശരിയായ കാര്യങ്ങൾ ശരിയായി ചിന്തിച്ച് ശരിയായി ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്ക് ബുദ്ധി തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയ അടിമയായി പോകും. ഒരേ ഇതിനെ തന്നെ ഇങ്ങനെ കുത്തി, ഞാൻ ഇതിനെ കുത്തു, എന്ത് വന്നാലും ഞാൻ ഇതിനെ കുത്തു എന്നുള്ള ഞാൻ അതിൽ വിശ്വസിക്കണില്ല. നമ്മളുടെ രീതികളായിട്ട് ഒത്തു പോകുന്നുണ്ടോ, നമ്മൾ ചിന്തിക്കുന്ന ചിന്താരീതികളുമായിട്ട് പോകുന്ന ഒരു പാർട്ടിയാണെങ്കിൽ അതിന് നമ്മുടെ അഭിപ്രായം മാറി വന്നാൽ എന്താ കുഴപ്പം? ഇപ്പൊ പ്രോമോ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോ, ഞാൻ ഇങ്ങനെ നിക്കാനായിട്ട് പോവാണ് എന്ന് പറഞ്ഞപ്പോ നിധി ചേച്ചി എന്താ ഫസ്റ്റ് പറഞ്ഞേ? നിധ തന്നെ പറയട്ടെ? അല്ലല്ല, നിധ പറഞ്ഞു അതൊക്കെ ആലോചിച്ച് പ്രോമിയുടെ ഇഷ്ടത്തിന് ചെയ്യും, എന്തായാലും പ്രോമി എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും നിധ പറഞ്ഞു. ഈ മൊത്തത്തിൽ നമ്മളിപ്പോ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്തൊക്കെ നോക്കുമല്ലോ. അപ്പം അങ്ങനെ കുറെ ഇങ്ങനെ നോക്കി കഴിയുമ്പോഴേക്കും ബാക്കിയുള്ളവർ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. ഇപ്പം ചേട്ടനാണെങ്കിൽ ഇവിടെ ജനിച്ച് വളർന്നിട്ടുള്ള ഒരാളാണെന്നുള്ള ഒരു പക്ക കോൺഫിഡൻസ് ചേച്ചിക്ക് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും പറയുന്നൊരു കാര്യം, പ്രോമിക്ക് എന്താണ് എക്സ്പീരിയൻസ്? എല്ലാവരും ആദ്യത്തെ ചോദ്യം അതാണ്. ഈ പറയുന്ന എല്ലാവർക്കും ഒരു തുടക്കം ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? അതേപോലെ ഒരു തുടക്കം കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇതിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇപ്പൊ എന്റെ ഒപ്പോസ് ചെയ്ത് നിൽക്കണവരൊക്കെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ? അവർ ചെയ്യണ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ ഇത്രയും ഇത് ചെയ്യേണ്ട കാര്യമല്ലോ. എനിക്ക് തോന്നണം ഈ എക്സ്പീരിയൻസ് കുറെ കൂടുമ്പോഴേക്കും ഇതിനകത്ത് എന്തൊക്കെ ലൂപ്പ് ഹോൾസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് അവർക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റും. എക്സ്പീരിയൻസ് കൂടുമ്പോൾ സാധാരണക്കാർ ജനങ്ങളുടെ പ്രശ്നം തീർക്കാനല്ല അവർ നോക്കണേ. സാധാരണക്കാർ ജനങ്ങളെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന്. ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല ആൾക്കാർക്ക്. സാധാരണ മോഡൽ ഇത് നേരെ തിരിഞ്ഞു വരികയാണ്. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ
ഈ ആൾക്കാരെ ഇവർക്ക് എക്സ്പീരിയൻസ് കൂടുന്നവരും ആൾക്കാരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് അവർ ചിന്തിക്കണേ, അല്ലാണ്ട് ആൾക്കാർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനല്ല നിൽക്കണേ. ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആളുകളോട് സംസാരിക്കുമ്പോ ഏറ്റവും കൂടുതൽ അവർ പറയുന്നത് ഇപ്പൊ ഈ ഒരു സ്ഥലത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പറയുന്നത് അവരെന്താ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്? അങ്കമാലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗതാഗത കുരുക്ക് തന്നെയാണ്. അങ്കമാലിക്ക് ഒരു ബൈപ്പാസ് വേണമെന്ന് എനിക്ക് തോന്നുന്നു 25 കൊല്ലമായിട്ട് ഞാൻ കേൾക്കണം അങ്കമാലിൽ ഒരു ബൈപ്പാസ് വേണമെന്നുള്ളത്. അങ്കമാലിക്ക് ഒരു ഇതുവരെ ഇവിടെ എത്ര MLA-മാർ ഇവിടെ നിന്ന് മാറി വന്നു, ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് എന്താ അങ്ങനത്തെ ഒരു തോട്ട് തോന്നാത്ത? ഇവിടെ അതെന്താ പ്രശ്നം? ഇപ്പൊ ഇവിടുത്തെ ഇരിക്കുന്ന MLA വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ സംസ്ഥാനത്ത് ഭരിക്കണത് LDF ആണ്, ഇവിടെ ഇരിക്കുന്നത് UDF-ന്റെ MLA ആണ്. ഇവരെന്ത് ചെയ്താലും സമ്മതിക്കില്ല. ഇവര് തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാറാണ്. പക്ഷെ അതിനെ അനുഭവിക്കണ ആരാ? സാധാരണക്കാർ ജനങ്ങളാണ്. അങ്കമാലിയില് എന്ത് സൗകര്യങ്ങളുള്ള ഒരു ടൗൺ ഹാൾ ഇല്ല അങ്കമാലില്. യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് സൗകര്യങ്ങളുള്ള ഒരു നീന്തൽക്കുളം ഉണ്ടോ അങ്കമാലില്? ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല അങ്കമാലില്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വേണ്ടേ? നമ്മളിപ്പോ ഒരു സ്ത്രീകൾ ഇപ്പൊ ആകെ നമ്മുടെ ഒരു ബസ് സ്റ്റാൻഡ് പണിത് ഒരു 10-15 കൊല്ലം മുമ്പ് KSRTC ബസ് സ്റ്റാൻഡ് പണിതു. ഇപ്പോഴും ആ KSRTC ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് തുറന്നിട്ട് കൊടുത്തിട്ടില്ല, അത് അടച്ചിട്ടേക്കാണ്. അങ്കമാലി ഇത്രയും വലിയ സ്ഥലമാണ്. ഞാനിതിപ്പോ എനിക്കിത് കേൾക്കുമ്പോൾ അതൊക്കെയല്ലേ നമ്മുടെ ഒരു ബേസിക് ആവശ്യങ്ങൾ. എല്ലാവരും വലിയ പറയുമ്പോഴൊക്കെ എല്ലാവരും വലുതായിട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അങ്കമാലിലാണ്, MC റോഡ് NH ചേരുന്നത് അങ്കമാലിയാണ്. ഇനി അങ്കമാലിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് കാലടിയിൽ ഒരു പാലം പണിയണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പൊ അത് പണി തുടങ്ങിയിട്ട് എത്ര നാളായി എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ പാലം പണി തുടങ്ങിയിട്ടായി ഇപ്പൊ ഒരു 10 കൊല്ലം. ഇപ്പോഴും അതിങ്ങനെ അഴിഞ്ഞ് നീക്കാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ മാറി ചിന്തിക്കണേന്ന്. നമ്മൾ ട്രാവൽ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ഇപ്പൊ അങ്കമാലി കൂടെയാണ് പോണെങ്കിൽ അങ്കമാലി കൂടെ പാസ് ചെയ്ത് പോണെങ്കിൽ എത്ര മണിക്കൂർ ബ്ലോക്കിൽ കിടന്നാലും അത് പാസ് ആയി പോണെന്നറിയാമോ? അതേപോലെ തന്നെ ഇപ്പൊ ഇവിടുന്ന് കാലടിക്ക് പോകുന്ന വഴിയാണെങ്കിൽ അത് കൂടാതെ എങ്ങനെ വേറെ വഴി കൂടെ നോക്കാന്ന് എല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരാ. കാരണം അവിടുത്തെ ബ്ലോക്ക് മാറി അങ്കമാലിയിലെ ബ്ലോക്ക് കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ആണെന്നാണ് എല്ലാരും പറയുന്നത്. അപ്പൊ ഇതാണ് അല്ലെ നമ്മൾ ഞാൻ ഈ മാറി ചിന്തിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു അനിവാര്യത ഞാൻ പറയാം. നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ പാലം പണി തുടങ്ങിയിട്ട് 10 കൊല്ലമായി. ഈ നായത്തോട് ജംഗ്ഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു വഴി തുടങ്ങി. അത് തുടങ്ങിയിട്ട് 15 കൊല്ലം വരെ കൂടി വന്നൊരു 6-7 കിലോമീറ്റർ ഉണ്ടാവും. അത് തുടങ്ങിയിട്ട് 5-8 കൊല്ലമായി. ഇതിപ്പോഴും ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോഴാണ് ഇപ്പൊ യുവാക്കളായാലും ചെറുപ്പക്കാരായാലും ആരായാലും ഇത് ചിന്തിക്കണമെന്നിട്ടാ. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഓരോ പ്രൊജക്ടുകൾ വരുന്നത് ഇപ്പൊ നമ്മുടെ NH66 എന്ന് പറഞ്ഞ പ്രൊജക്ട് വരുന്നുണ്ട്. ആ സാധനം 1.5 കൊല്ലം 2 കൊല്ലം ആയുള്ളൂ തുടങ്ങിയിട്ട്. 300 ചില്ലാൻ കിലോമീറ്റർ കഴിഞ്ഞ് എടപ്പള്ളിയിൽ വന്ന് നിൽക്കണം. ആ സാധനം 66,000 രൂപ മുടക്കിയ സാധനം. അപ്പൊ അതൊക്കെ എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് നടക്കണേ. ഇവിടെ 5-6 കിലോമീറ്റർ പണി തീർക്കാൻ പറ്റണില്ല. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ, ഇതെന്താ ഇത് നമ്മുടെ നാട്ടിൽ നടക്കാത്ത ബാക്കി കാര്യങ്ങൾ നടക്കണ്ടല്ലോ എന്ന് ചിന്തിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ കാര്യങ്ങള്. ഇപ്പൊ നമ്മുടെ 2020 കിഴക്കമ്പലത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. അവിടെ അവര് പാല് മേടിക്കണ 2 രൂപയ്ക്കാ. അവിടെ പച്ചക്കറിക്കും അല്ലെങ്കിൽ ഉപ്പ് മുളക് പഞ്ചസാരക്കൊക്കെ നമ്മൾ കൊടുക്കണേക്കാളും 3-1 വിലക്കാണ്. അത് അവർക്കിടെ കീഴിൽ ജോലി ചെയ്യണവർക്കല്ല, ആ പഞ്ചായത്തിലെ എല്ലാവർക്കും ആ സംഭവം കിട്ടാണ്. കിഴക്കമ്പലത്ത് അത് കിട്ടുമെങ്കിൽ അങ്കമാലിയിലേക്ക് അത് എന്തുകൊണ്ട് വന്നുകൂടാന്ന് എനിക്ക് ചിന്തിച്ചൂടെ? ഞാനൊരു അങ്കമാലിക്കാരൻ എന്ന നിലയ്ക്ക് ഇതൊക്കെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് ഇതിനകത്തേക്ക്. മനസ്സിലായി? അവര് ചെയ്ത് പ്രൂവ് ചെയ്തു. അവിടെ കഴിഞ്ഞ 10 വർഷം കിഴക്കമ്പലത്ത് 2020 അത് പ്രൂവ് ചെയ്ത കാര്യമാണ്. അപ്പൊ അതൊക്കെ അങ്കമാലിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കണേ, അല്ലാണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനോ. നമ്മുടെ അങ്കമാലിക്കാരനെ അങ്കമാലി നിയോജക മണ്ഡലത്തിൽ ജീവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും വേണ്ടിയിട്ടാണ് എന്റെ ശ്രമം. നടക്കാത്ത വലിയ കാര്യങ്ങൾ പറയണ്ടല്ലോ. അതെ, ഞാൻ ഈ മറ്റേ കോടികളുടെ കാര്യവും നമ്മുടെ നാട്ടിൽ നടക്കേണ്ട സാധാരണക്കാരന് സമാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നു. ഞാൻ ഇന്നലെ അയ്യമ്പുഴ ഭാഗത്തൊക്കെ പോയിപ്പോഴേ അവിടെ വന്യജീവികളുടെ വല്ലാത്ത പ്രശ്നമാണ്. അവിടുത്തെ ആൾക്കാർ ജീവിക്കണ കണ്ടെങ്കിൽ നമുക്ക് പേടിയാവും. ഒരു വശം കാടാണ്. അപ്പൊ ആനയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമെന്ന് പറയണേ. അതൊക്കെ എത്ര വർഷമായിന്നറിയാമോ? അതിനെതിരെ സർക്കാരൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ? സാധാരണക്കാരനും ജീവിക്കണ്ടേ? അപ്പൊ ഇതൊക്കെ കാണുമ്പോ മാറി ചിന്തിക്കുന്ന ഞാൻ പറയണേ. ഇതിപ്പോ ഈ LDF-ന്റെ ആൾക്കാര് UDF-ന്റെ ഇവിടുത്തെ പ്രതിനിധി ആയതുകൊണ്ട് ഇങ്ങോട്ടുള്ളൊരു അവഗണന ഉണ്ട് എന്നുള്ളതാണ് അതാണ്. ഇനി ഇവിടെ എങ്ങനെ LDF ജയിച്ചാൽ അപ്പൊ ഭരിക്കണത് UDF ആയിരിക്കും. അതെ അതെ. അല്ല, അതൊരു ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളെ. ഇപ്പൊ തമിഴ്നാട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തമിഴ്നാടിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പാർട്ടി വ്യത്യാസമില്ല, അവർ ഒറ്റ കേട്ടാ. അങ്ങനെ കേട്ടിട്ടുണ്ടോ അവിടെ? പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഇവിടെ പാർട്ടി നോക്കി മാറി നിൽക്കാണ്. അപ്പൊ എന്താ, നമ്മുടെ നാട് 10-20 കൊല്ലം പുറയിലേക്കുമാണ്. ആ സമയം തമിഴ്നാടിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റ കേട്ടാ. ആ ഒരു യൂണിറ്റി ഇവിടെ ഇല്ല. അപ്പൊ അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ യുവാക്കളോടും
അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളോടും പുരുഷന്മാരോടും എല്ലാവരോടും ഒന്ന് മാറി ചിന്തിക്കുക. നമ്മളൊരു രാഷ്ട്രീയ അടിമയാവരുത്. നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ലേ, നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോണേന് എന്താ തെറ്റ്? ഇതിനകത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയില്ല. അപ്പോ അത് ഇപ്പൊ ഒരു പ്രചരണം കൊണ്ട് മാത്രം അവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് ചേട്ടന് തോന്നുന്നുണ്ട്. ഇപ്പോഴും ചിലപ്പോ ആൾക്കാർക്ക് മുരടിച്ച് ചിന്തിക്കില്ലേ, അത് ഇങ്ങനെ ഞങ്ങൾ ചിന്തിക്കും. അത് കുറെ പേരുണ്ട് അങ്ങനത്തെ. അതാണ് ഞാൻ അതിനെയാണ് മാറ്റാൻ ശ്രമിക്കും. ഇതൊന്നും ഒറ്റയടിക്ക് മാറില്ല. ഞാൻ എന്റെ അടുത്ത ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു വിത്ത് ആകണതാണിത്. അല്ലാണ്ട് എന്റെ ചിലപ്പോൾ സമയത്ത് ചിലപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെങ്കിലും ഒരു അവർക്കെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് ചിന്തിക്കാനും, അല്ലെങ്കിൽ അവരുടെയെങ്കിലും നമ്മുടെ ഇവിടെ യുവാക്കൾ നിൽക്കണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാ നമ്മുടെ ഇവിടെ യുവാക്കൾക്ക് ഒരു അഭിപ്രായ ഐറ്റങ്ങൾ പറഞ്ഞ് നമ്മൾ എടുക്കുമോ? എടുക്കണില്ല. ഇവിടെ ആരെ നോക്കണ ഐറ്റങ്ങളെ? അവർക്ക് ഇവിടെ നമ്മുടെ 100% ലിറ്ററസി ഉള്ള നാടാണ് കേരളം. ഇന്ന് കേരളത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകണം എല്ലാവരും. ഞങ്ങളുടെ ഇവിടെ അടുത്തൊന്നും ഒറ്റ ചെറുപ്പക്കാരില്ല. എല്ലാ വീട്ടിലും അനാഥാലയമാണ്. എല്ലാ വീട്ടിലും അപ്പനും അമ്മയും ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പൻ ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മ ഉണ്ടാവും. അപ്പൊ ഈ പിള്ളേർ ഇവിടെ അവർക്ക് വേണ്ട പഠനം കഴിഞ്ഞ് പിള്ളേർ പഠനം കഴിഞ്ഞ് ഐറ്റങ്ങൾക്ക് ഒരു പഠിച്ച് PSC എഴുതി ഫസ്റ്റ് റാങ്കോടെയൊക്കെ പാസ്സാവുന്ന ആള് വെറുതെ നോക്കി ഇങ്ങനെ ഇരിക്കാമല്ലോ, ജോലി കിട്ടണം എപ്പോഴാന്ന്. അപ്പൊ ബാക്കിയുള്ളവർക്ക് കൂടെ ഇതൊന്നും ഇല്ലാത്തവന് ജോലി കിട്ടുകയും ചെയ്യാണ്. അതൊക്കെ പിള്ളേരുടെ മനസ്സിനെ തകർക്കണ പരിപാടി. അടുത്ത ജനറേഷനെ വെട്ടാല്ലേ നമ്മള്. എല്ലാ വീടുകളും വൃദ്ധസദനങ്ങളായി മാറിപ്പോയി. എല്ലാ മനുഷ്യ യുവാക്കളുടെയൊക്കെ മനസ്സ് മുരടിച്ച് കിടക്കാണ് ഇവിടെ. അവരെയൊക്കെ ഉഷാറാക്കണ്ടേ? ആർക്കും ഇവിടെ നിക്കണ്ട. കാരണം എന്താ? അവർക്ക് ജോലി ഇല്ല. 2 ജോലി ഉണ്ടെങ്കിൽ സാലറി ഇല്ല. 3 അവർക്ക് എന്റർടൈൻമെന്റ് വേണമെന്ന്. നമ്മുടെ നാട്ടിൽ എന്റർടൈൻമെന്റും വേണം. ഇതിന്റെ ഭാഗമാണ്. രാത്രി പോലും നമ്മൾ പുറത്തേക്ക് അധികം ഇറങ്ങാനോ അങ്ങനെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനോ. നമ്മുടെ പിള്ളേർ എന്തുകൊണ്ടാണ് പിടിവിട്ട് ഡ്രഗ്സിന് അതിനൊക്കെ പോണേ? അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനും ചെയ്യാനും ഒന്നുമില്ല. റെസ്ട്രിക്റ്റഡ് ആണ് മുഴുവൻ. ആകെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മുടെ ഇവിടെ പിള്ളേരുടെ ഇടയിലേക്ക് വന്നതാണ് കുറെ ഡ്രഗ്സ്. അത് ഇതിന്റെ സുലഭമായി. ഇനി അത് തടയാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഗവൺമെന്റ് വിചാരിച്ചാൽ പറ്റും. ഈ ഗവൺമെന്റിനെ ആയാലും ഞാൻ പറയാം, അതൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഉണ്ടോ, നിങ്ങൾ ഞാൻ അതൊരു രാഷ്ട്രീയതായിട്ടും ഞാൻ പറഞ്ഞ ഗവൺമെന്റിനെ ആയാലും പോലീസിനെയൊക്കെ ആയാലും ഒരു ഭയം തന്നെ വേണം. ഇപ്പൊ പോലീസുകാർ നമ്മളെ പേടിച്ചിട്ടാ നിൽക്കണേ. അതൊക്കെ മാറണം. പോലീസിന് ജനങ്ങൾക്ക് ഒരു ഭയം വേണം. കഴിഞ്ഞ ദിവസം നിയമം സ്ട്രോങ് ആക്കണം. അപ്പൊ ജനങ്ങൾ ഞാൻ പറഞ്ഞപ്പോ ദുബായിലേക്കൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അവരുടെ പറയണ നിയമം വിട്ടിട്ട് ഒരു കാര്യം ചെയ്ത് അപ്പൊ അവരെടുത്തുകൊണ്ട് പോകുമല്ലോ. അപ്പൊ അത് നിയമം സ്ട്രോങ്. ഭരണാധികാരികൾക്കുടെ ഒരു ഇതല്ലേ, മിടുക്കല്ലേ അത്. നമ്മുടെ ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് നമ്മുടെ യുവാക്കളൊക്കെ, ഐ മീൻ എല്ലാ യുവാക്കളല്ലാട്ടെ പറയണേ, ചില പിള്ളേരൊക്കെ പോലീസിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യേണ്ട രീതി കണ്ടില്ലേ? പിന്നെ എന്താ ഇവിടെ എന്തൊന്നും സേഫ്റ്റി ഉണ്ടെന്നാ പറയണേ. അതായത് സോഷ്യൽ മീഡിയ ഇപ്പൊ എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നമുക്കൊരു മിസ്ബിഹേവ് വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംതിങ് റോങ് ഉണ്ടെന്നുണ്ടെങ്കിലോ നമുക്ക് ഉടനെ തന്നെ വീഡിയോ എടുത്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, ബാക്കിയുള്ളത് കോടതി, സോഷ്യൽ മീഡിയ ആണ് എന്നുള്ളൊരു തോട്ട് ആളുകളിലേക്ക്, പ്രത്യേകിച്ച് യുവാക്കളിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും ഒരു അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ? ഒരാളെടുത്തൊരു സോഷ്യൽ മീഡിയ സാധനം ഇടുന്നു, അത് വൈറലാവണം. എന്തുകൊണ്ടാണ്? ഇവിടെ നിയമം സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ നിയമം ഉണ്ടെങ്കിൽ, നിയമം സ്ട്രോങ് ആണെങ്കിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ആ നിയമത്തിന്റെ ഉള്ളിലാ നിൽക്കുള്ളൂ. ഇവിടെ ഒരു വിഭാഗം ആൾക്കാർ, ഇപ്പൊ ഭരിക്കണവരുടെ ആൾക്കാർക്ക് നിയമത്തിന്റെ അപ്പുറത്തവര്, അല്ലാത്തവർ നിയമത്തിന്റെ ഇപ്പുറത്താണ്. പാവപ്പെട്ടവൻ നിയമത്തിന്റെ അടിയിലാണ്, കൂടിയവൻ നിയമത്തിന്റെ മുകളിലാണ്. ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതാ ഞാൻ പറഞ്ഞത്, സ്ട്രോങ് ഭരണം വേണമെന്ന്. ഇവിടെ നല്ല ഭരണം വേണം. ഒറ്റ ആളായ ഞാൻ എല്ലാവർക്കും ഒരേപോലെ നിൽക്കാൻ പറ്റണം. അതല്ലേ നമ്മൾ ഇതൊക്കെ നമ്മൾ അവിടെ ഇവിടെയും കാണണ്ട. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ പറ്റുന്നില്ല? അതിന് എന്റെ ചോദ്യം. നമ്മുടെ ഇവിടെ നിന്ന് ഗൾഫിൽ ജോലിക്ക് പോകണവന് ഒരു കുഴപ്പമില്ല. ആ നിയമം മുഴുവൻ പാലിച്ച് എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്ത് നിൽക്കാൻ റെഡിയാണ്. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ജോലിക്ക് പോകണവരുണ്ട്. അവരൊക്കെ അവരുടെ ലോ ഇത് ചെയ്താ നിൽക്കണേ. നമ്മുടെ ഇവിടെ വരുമ്പോ ഇതൊക്കെ മാറുകയാണ്. വണ്ടി ഓടിക്കണത് തോന്നിയ പോലെ, ഓവർടേക്ക് ചെയ്യണത് തോന്നണ പോലെ, പാർക്ക് ചെയ്യണത് തോന്നണ പോലെ, ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെക്കെട്ട് കയറണം. അപ്പൊ ഞാൻ പറഞ്ഞ ഇതിനൊക്കെ എൻ്റെ ഒറ്റ കാര്യമുള്ളൂ, നിയമം. നല്ല നിയമം ഉണ്ടാവണം. അത് സ്ട്രിക്റ്റ് ആയിരിക്കണം, അത് സ്ട്രോങ് ആയിരിക്കണം. നിയമത്തിൽ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാൻ നോക്കരുത്.
ഇപ്പോ എന്താ എനിക്ക് തോന്നുന്നു 2020 ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ഒരു നെഗറ്റീവ് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് MA നിഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറുണ്ട്. ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കിഴക്കമ്പലം സാബുവിന്റെ നേതൃത്വത്തിൽ ഒരു താര കൂട്ടായ്മ വരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടോ? എതിരെ ഒന്നും പറയാനില്ല. ഈ താരക്കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു മനുഷ്യരല്ലേ? എന്ത് താരക്കൂട്ടായ്മ? ഞങ്ങളൊക്കെ ജനിച്ചത് താരമായിട്ടാണോ? ഒന്നും അല്ലല്ലോ. നമ്മള് ജനിച്ച് ഏത് ഭരിക്കുന്ന ആൾക്കാരും അവര് മനുഷ്യരല്ല, അവര് രാഷ്ട്രീയക്കാരായിട്ടാണോ ജനിച്ചത്? അല്ല, അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവര് കുറച്ച് ഫെയിം ആണ്. അപ്പൊ പിന്നെ നിർത്തി കഴിഞ്ഞ് ഫെയിമിനല്ലാന്നേ, ഇത് ഫെയിമിന് വേണ്ടിയിട്ടല്ലല്ലോ. ഇത് രാഷ്ട്രീയം വേറെ, എന്റെ ജോലി വേറെ, എന്റെ രാഷ്ട്രീയം വേറെ. ഇതെന്തിനാ നിങ്ങൾ ഈ താരക്കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാക്കണതിനാ? ഈ താരങ്ങളും മനുഷ്യരല്ല. ഞാൻ ചോദിക്കണം, നമ്മുടെ ഇവിടുത്തെ മുതിർന്ന നേതാക്കന്മാരെ VD സതീശൻ സാറ് അല്ലെങ്കിൽ പിണറായി വിജയൻ സാറ്, ഇവരൊക്കെ രാഷ്ട്രീയക്കാരായിട്ട് ജനിച്ചവരാണോ? അല്ല, ഇവരൊക്കെ അവരുടെ ഓരോ ജീവിത ഘട്ടങ്ങളിൽ മാറി മാറി വന്നവരാണ്. അതുപോലെയാണ് ഈ താരം എന്ന് നിങ്ങൾ പറയണവര്. ഞാൻ താരമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ആരും താരമായിട്ട് ജനിച്ചവരൊന്നുമല്ല. ഓരോരോ സാഹചര്യങ്ങളും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മളതായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ഒരു നേതൃനിരയിലേക്ക് വരാൻ പാടില്ല എന്നോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം ചേട്ടൻ കേട്ടിട്ടുണ്ടായിരുന്നു? ഇപ്പൊ ചേട്ടനെ ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇതൊക്കെ കേൾക്കേണ്ടെന്ന്. ഞാൻ എന്നെ പിന്നെ ആൾക്കാർ താരമായിട്ട് കാണാത്തോണ്ട് എന്നോട് ആരും ചോദിച്ചില്ല. അതൊക്കെ ചുമ്മാതാ. ഇവിടെയുള്ള ആൾക്കാർക്ക് ചേട്ടൻ താരമൊക്കെ ഞങ്ങൾ തന്നെയാണ്. താരമല്ലല്ലോ, ഞങ്ങൾ സാധാരണ ഇവിടെ ജീവിച്ചു നോക്കോട്ടെ. ദൈവത്തോർത്ത് ഞങ്ങൾ വേണ്ടിട്ട് തരല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം ഷൂട്ടൊക്കെ മാറ്റി വെച്ച് ചേട്ടന്റെ ഒപ്പം എന്താ പറയാ എല്ലാത്തിനും സഹകരിച്ചൊക്കെ ഷൂട്ടിനൊക്കെ അല്ല, ചില കമ്മിറ്റഡ് സാധനങ്ങൾക്ക് പോകാണ്ട് പറ്റൂല്ലോ. ഇതുവരെ ഒരു മഴ തോരും മുമ്പേ എന്ന് പറഞ്ഞ സീരിയൽ പോകുന്നുണ്ട്, അതൊന്നും മാറ്റാൻ പറ്റില്ല. അതൊക്കെ പോകുന്നുണ്ട്. അല്ലാണ്ട് ഞങ്ങളുടെ കുറച്ച് പേഴ്സണൽ ഷൂട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാണല്ലേ. എല്ലാത്തിനും ചേട്ടൻ ഇങ്ങനെ കൂടെ വരണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ചേച്ചിക്ക്? അങ്ങനെയൊന്നുമില്ല. ചേച്ചിക്കല്ല, ചേട്ടനാ വേണ്ട, ചേച്ചി എല്ലാത്തിനും കൂടെ വേണം. ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. ചേച്ചി ഷൂട്ട് തിരക്കായി പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ എന്ത് ചെയ്യും? അത് വേറെ അല്ല, അത് വേറെ കാര്യമല്ലേ. അല്ല, അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നുമില്ല. പ്രോമി ചുമ്മാ പറയണതാ. ഉണ്ടെങ്കിൽ നല്ലത് അല്ലേ? അത്രേ ഉള്ളൂ. ചേച്ചി ഇതൊക്കെ കേൾക്കുമ്പോ ഒരു സന്തോഷല്ലേ? ചേച്ചി സന്തോഷിക്കും. ആനന്ദിപ്പിൻ. മക്കളൊക്കെ എന്ത് പറയുന്നു? അച്ഛൻ മക്കള് ഇറങ്ങുകയാണ് കളിക്കളത്തിലേക്ക്. മക്കളൊക്കെ കുഴപ്പമൊന്നുമില്ല, അവരൊക്കെ അവരുടെ കാര്യങ്ങള്. 18 വയസ്സ് കഴിഞ്ഞല്ലോ. ഈ വീട്ടിൽ നിന്ന് തന്നെ 3 വോട്ടുണ്ട്. 3 വോട്ട് അവിടെ ഉള്ളു, ഒരു ഇളയവനായിട്ടില്ല. മൂത്തവനായി. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ പെൻഡിങ് അല്ല? ഇനിയിപ്പം ഇതിനകത്തേക്കൊക്കെ ഒന്ന് തിരക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചേച്ചി? ഇതൊക്കെ കഴിഞ്ഞാൽ എല്ലാം നടക്കും. എല്ലാം നടക്കുന്നേ, പിന്നെ എല്ലാം മാനേജ് ചെയ്യണം. നടക്കാണ്ടില്ല, നമ്മൾ വിചാരിച്ചെല്ലാം. ഇപ്പൊ ഈ എന്തായാലും 10 ദിവസത്തേക്ക് ഞങ്ങൾക്കിടെ പറഞ്ഞ നമ്മുടെ വീഡിയോ ഫുൾ ടൈം നമ്മള് ഇപ്പൊ പ്രോമി ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അത് ആവശ്യമാണ്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എനിക്ക് വേണ്ടി പ്രത്യേക സമയം വേണം, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റിഫ്രഷ് ആവണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് വേണ്ടേ, പിന്നെ അല്ലാണ്ട് ഞങ്ങളുടെ പേഴ്സണൽ രസങ്ങൾ പലതും 10 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ ഞങ്ങളുടെ എപ്പോഴും ഒരു സാധനമാണ്. ഔട്ടിങ്ങിന് പോലെ രാത്രി ഞങ്ങൾ പുറത്തു പോകും, ഞങ്ങൾ 4 പേരും ഫുഡ് കഴിക്കാൻ പോകും. ഇതൊന്നും ഈ കഴിഞ്ഞ 10 ദിവസമായിട്ട് നടന്നിട്ടില്ല. അപ്പൊ അതൊക്കെ വേണം. അതൊക്കെ ഇനി ഇത് കഴിയുമ്പോഴായാലും ഞങ്ങൾ അതിലേക്ക് അല്ല, അങ്ങനെയല്ല. നമ്മളെ എല്ലാം കൂടി ചേരണമല്ലോ ജീവിതത്തില്. അത് തന്നെ, അല്ലാണ്ട് ഒരു സാധനം മാത്രമല്ല. അത് മാത്രമേ ചെയ്യുള്ളൂ പറഞ്ഞിട്ട് ഇരിക്കുന്നില്ലല്ലോ. എന്റെ ബിസിനസ്സുകൾ ഇടയിൽ കൂടെ പോകണം, നോക്കണം എനിക്ക്. അതൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ജോലിക്ക് പോവാണ്. ജോലിക്ക് പോകുന്നതിന്റെ കൂടെ നമ്മളെ വീടിന്റെ കാര്യം നോക്കൂലേ? അതുപോലെ തന്നെയാണിത്. ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ജോലി മാത്രമേ ചെയ്യുള്ളൂ, എന്റെ വീട്ടിലെ കാര്യം ചെയ്യില്ല എന്നൊക്കെ നടക്കൂല്ലോ. അതുപോലെ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്ത് ബാലൻസ് ചെയ്യണ്ടേ. അതിന് എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ആയിട്ട് ചേട്ടന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോവാൻ. അത് അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയുണ്ട് സപ്പോർട്ട്? എങ്ങനെ അവരൊക്കെ? എല്ലാവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ പെസയായിരുന്നു. അപ്പോ എല്ലാവരും ഞങ്ങള് കുടുംബാംഗങ്ങൾ, എന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഞങ്ങൾ എല്ലാ പെസയ്ക്കും അപ്പം മുറിക്കല്, അപ്പം ഉണ്ടാക്കല്, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. അങ്ങനത്തെ നമ്മള് അന്ന് പള്ളിയിൽ പോകും, തിരിച്ചു വന്ന് നമ്മളിവിടെ വീട്ടില് ഗൃഹനാഥൻ അല്ലെങ്കിൽ മൂത്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം മുറിക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യം പ്രോമിയുടെ ചേട്ടന്മാരെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ കൂടി അപ്പമൊക്കെ മുറിച്ച് പെങ്ങന്മാരും ഒക്കെ വന്ന്
എല്ലാവരും സപ്പോർട്ടാ. ഇപ്രാവശ്യത്തെ ഈസ്റ്റർ ഭയങ്കര രസമായിരിക്കും അല്ലെ? കാരണം ഭയങ്കര രസമായിരുന്നു. ഈസ്റ്റർ വന്നു പോയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഓരോ വഴിക്ക് ഞാനൊക്കെ ഞാൻ പോയേക്കായിരുന്നു. ഇതാ പറയാ, ഇന്നലെ വൈകുന്നേരം ആയിപ്പോ എന്നെ വിളിച്ചിട്ട് ഇത് എന്ത് ഈസ്റ്ററാ പ്രോമി, ഇത് ഇങ്ങനെയാണോ? ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞേ ഈസ്റ്ററാന്നുള്ളത്. ഞായറാണോ തിങ്കളാണോ എന്തുട്ടോ സംഭവം ഒന്നും അറിയുന്നില്ല പ്രോമി. രാവിലെ 7 മണിയാണ് പ്രോമിയുടെ. അത് ആയോ എഴുന്നേറ്റ് പോവാ. ഫുഡ് കഴിക്കാനായിട്ട് ഇടക്ക് വരാറുണ്ട്, ഇടക്കൊക്കെ വന്ന് കയറാറുണ്ടോ? ഇടയ്ക്ക് തന്നോളൂ. ഞാൻ പല ദിവസങ്ങളും വന്നിട്ടില്ല. ആണോ? അത് കാര്യം ഞാനിങ്ങനെ പോകുമ്പോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ആയിരിക്കും. പിന്നെ നമ്മുടെ കൂടെ കുറെ പേരുണ്ടാവും, നമ്മുടെ പ്രവർത്തകർ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ അതിപ്പോ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. കൊട്ടിക്കലാശം എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടിക്കലാശം അടിച്ചു പൊളിച്ചു. അതാണ് സൗണ്ട് ഒന്നും ഇല്ല ഇവിടെ വന്നപ്പോഴത്തേനും, കാറ്റ് മാത്രമേ ഉള്ളൂ. കുട്ടിക്കലാശം നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നതോറും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതെ, ഓരോ ദിവസം ചെല്ലുന്നതോറും നമുക്ക് ഒരു ആക്സെപ്റ്റൻസ് കൂടുതൽ കിട്ടുന്നുണ്ട്. അതിപ്പോ ഞാൻ പറഞ്ഞ ഇതൊക്കെ എന്റെ വോട്ടിനെ ചെയ്യോന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഞാൻ ഇത്രയും ദിവസം നടന്നതിൽ എനിക്ക് ചെല്ലുമ്പോൾ ആൾക്കാരുടെ ഒരു ആക്സെപ്റ്റൻസ് കൂടുതലുണ്ട്. പിന്നെ ഞാൻ ഈ അങ്കമാലി നിയോജകമണ്ഡലത്തിൽ ചെല്ലുമ്പോൾ എന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്തേണ്ടി വരുന്നില്ല. എല്ലാ ജനങ്ങളും നമ്മളെ അറിയും. അതിൽ 1-2 വ്യവസ്ഥകൾ. ഒന്ന്, നമ്മളെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് ചെറുപ്പക്കാരൊക്കെ അങ്ങനെ അറിയും. ഒരു ഇച്ചിരി മുതിർന്നവരെങ്ങനെ അറിയണേ, എന്റെ അപ്പച്ചൻ, ഞങ്ങൾ 9 മക്കളാ. അപ്പം ഒന്നുകിൽ അപ്പച്ചനെ അറിയും, ഞങ്ങൾ വ്യാപാരികളാണ്, അറിയാലോ, ഞങ്ങൾക്ക് ബിസിനസ്സായിരുന്നു. അപ്പൊ ഒന്നുകിൽ നീ കുര്യാക്കോസേന്റെ മോനല്ലേ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ എന്റെ സഹോദരന്മാരല്ലെങ്കിൽ സഹോദരിമാരുടെ, നീ ബെന്നിയുടെ അനിയനല്ലേ നീ, നീ നിന്റെ ചേച്ചിയും വത്സമ്മയും ഞാനും ഒക്കെ ഒരുമിച്ച് പഠിച്ച അമ്മമാര് ആ പ്രായത്തിലുള്ളവർ. അപ്പൊ എല്ലാ ഏജുകാരും ഈ 9 പേര് അതിന്റെ ഒരു ഗുണം എനിക്ക് മനസ്സിലായത് ഇപ്പഴാണ്. അല്ലല്ല, അതൊരു വലിയ കാര്യമാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയണം അതിനൊക്കെ. അതൊരു വലിയ കാര്യമാണ്. ഞാൻ എവിടെ ചെന്നിറങ്ങിയാലും ഇതിൽ ഇത്രയും കാര്യത്തിൽ ഏതെങ്കിലും ഒരു ബന്ധം എനിക്ക് ഉണ്ടാവും. പിള്ളേര് മുഴുവൻ മറ്റേ ഇതിൽ സോഷ്യൽ മീഡിയയിൽ കാണണം. എന്റെ മക്കളുടെ പ്രായമുള്ളവരൊക്കെ അറിയുമ്പോൾ അപ്പൊ അവരൊക്കെ വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന പരിപാടി നടക്കുന്ന സമയത്ത് ഞങ്ങളെ ഈ കപ്പിൾസ് അല്ലെങ്കിൽ ആ ഒരു 30-35 ഏജ് എബോവ് ആൾക്കാരെ അറിഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ചെറിയ ജെൻസിക്കാര് വരെ നമ്മളെ 3, 4, 5 ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ നമ്മളെ നോക്കിയിട്ട് ചിരിച്ച് ഹായ് ആ ചേച്ചി ചേട്ടനും അല്ലേന്ന് പറയുമ്പോ അത്ഭുതമാണ്. അതൊരു പോസിറ്റീവ് ഇതായിട്ട് നമ്മൾ എടുക്കണു. അതൊക്കെ ഇനി ഒരു വോട്ടായി മാറുമോ എന്നുള്ളത് നിങ്ങൾ മെയ് 4-ാം തീയതി വരാണ് ഞാൻ പറയാം. മെയ് 4-ാം തീയതി അല്ലേ ചക്ക ചിഹ്നം? എനിക്ക് ഇവിടെ അല്ല വോട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തേ അല്ലെന്ന് ഞാൻ പറയാണ്. അതൊക്കെ ഒരു വോട്ടായി മാറുമോ എന്നുള്ളതൊക്കെ സെക്കൻഡറി കാര്യങ്ങൾ. പക്ഷെ അതിന്റെ ഒരു ആക്സെപ്റ്റൻസ് ഞാൻ പ്രോം ചേട്ടനായതുകൊണ്ട് അങ്ങനെ പറയുന്നതല്ലേ. എനിക്കിപ്പോ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ചൊരു വിഷൻ മാറി. അതെന്തായാലും അതെ മാറി ചിന്തിക്കണം. 2020 വരൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവും. മാറി ചിന്തിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ പ്രാവശ്യത്തെ NDAയുടെ ക്യാപ്ഷൻ വരെ അത് കണ്ടോ, മാറാത്തതും മാറും. അപ്പൊ മാറാത്തതും മാറുന്നതിന് വേണ്ടി, അങ്കമാലിയുടെ വികസനത്തിന് വേണ്ടി പ്രോമി കുര്യാക്കോസിനെ ചക്ക അടയാളത്തിൽ വോട്ട് ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കും. താങ്ക് യു സോ മച്ച് ചേച്ചി.